ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ദിവസമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണണേ. അപ്പോൾ നമ്മളുടെ കോഴിക്കൂട്ടിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. മുമ്പത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് അറിയാൻ പറ്റും. ചെതലൊക്കെ എടുത്തിട്ട് എപ്പോൾ വേണോ പൊട്ടിപ്പൊളിഞ്ഞ് വീഴാനുള്ള അവസ്ഥയിലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു അവർക്ക് വേണ്ടി നമുക്കൊരു പുതിയ കൂടുണ്ടാക്കി കൊടുക്കാമെന്ന്. രാത്രി അങ്ങനെ പൈപ്പിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബക്കറ്റ് മുക്കാലും ഞാനാണെങ്കിൽ വെള്ളം പിടിച്ചു. അപ്പോൾ പുതിയ കൂട് എങ്ങനെയായിരിക്കും എന്നൊക്കെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. അപ്പോൾ കോഴിക്കൂട് പണി തുടങ്ങുമ്പോഴത്തേക്കും ബാക്കിയുള്ള കോഴികളെ എവിടെ അടയ്ക്കുമെന്നുള്ളതായിരുന്നു നമ്മളുടെ ആ ഒരു ചിന്ത. ബാക്കിയുള്ള കൂടുകളൊക്കെ പൊളിച്ചിട്ട് ഈ ഒരു കൂട് മാത്രം നമ്മൾ വച്ചിട്ടുണ്ടായിരുന്നു, വലിയ കോഴികളൊക്കെ അടയ്ക്കാനായിട്ട്. നമ്മൾ മുമ്പാണെങ്കിൽ കോഴിക്കൂട് പണിതത് തടിയിലാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരുപാട് ചെതലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കോഴികളുടെ പുറത്തൂടെയാണ് വന്ന് വീണത്. അപ്പോൾ ഒരു കൂടിൻ്റെ ഡോറാണെങ്കിൽ ഇതുപോലെ പകുതി പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വല വെച്ചിട്ടാണ് കൂട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വലയും പൊത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ കോഴിയുടെ തൂവലൊക്കെ പല സ്ഥലത്തു നിന്ന് നമുക്ക് കിട്ടി. ഒരുപാട് കോഴികൾ നമുക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും എന്തായാലും ഒരു കൂട് നിർമ്മിക്കണമെന്ന് തോന്നി. അങ്ങനെ കുഞ്ഞു കോഴികളെയൊക്കെ ഇതുപോലത്തെ ഒരു കുളിമുറിക്കകത്താണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിന് നല്ല കൃത്യമായിട്ട് ഫുഡും വെള്ളമൊക്കെ കൊടുത്തു. അപ്പോൾ വലിയ കോഴികളൊക്കെ നമ്മൾ രാവിലെ തുറന്ന് വിടുവാണെങ്കിൽ അവരെ വിളയിലും അവിടെ എവിടെയെങ്കിലുമൊക്കെ പൊക്കോളും. പക്ഷേ കുഞ്ഞു കോഴികൾക്ക് അങ്ങനെയല്ലല്ലോ. അങ്ങനെ കൂട് പണിക്ക് ആവശ്യമായിട്ടുള്ള പാറപ്പൊടിയൊക്കെയാണ് കേട്ടോ ഇത്. മേസ്തിരി പറഞ്ഞ അളവിലാണ് കേട്ടോ നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കുന്നത്. ഇത് 50 കുട്ട പാറപ്പൊടിയാണ്. കഴിഞ്ഞ തവണ നമ്മൾ ഇതുപോലെ തന്നെ തടിയിൽ കൂട് പണി കിട്ടിയതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഇതുപോലെ തന്നെ ബ്രിക്സ് വെച്ചിട്ടാണ് കേട്ടോ കൂട് നിർമ്മിക്കുന്നത്. നമ്മുടെ വീട് കുറച്ച് ഉള്ളിലോട്ടാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിൽ ഒരു റോഡിലാണ് ഇതുപോലെ പാറപ്പൊടിയൊക്കെ ഇറക്കുന്നത്. താഴോട്ട് നമ്മൾ അർബാനയിലാണ് കേട്ടോ കൊണ്ടുവരുന്നത്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ചല്ലിയും ഇറക്കിയിട്ടുണ്ടായിരുന്നു. പാറപ്പൊടിയും ഏകദേശമായി. പിന്നെ അടുത്ത് മുകളിലെ കൂട് പണിയാനായിട്ട് നമുക്ക് കുറച്ച് തടി ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തടിയും കിട്ടി. ഇതാണ് ഞാൻ പറഞ്ഞ കല്ല്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കൂട് പണിയാൻ പോണത് കേട്ടോ. മുമ്പ് നമുക്കൊരു കിണറുണ്ടായിരുന്നു. അപ്പോൾ കിണറൊക്കെ ഇടിച്ചതിന് ശേഷം ഒരുപാട് കല്ലുകൾ നമുക്ക് കിട്ടി. അപ്പോൾ ആ ഒരു കല്ലുകളൊക്കെ വെച്ച് നമുക്ക് താഴത്തെ അറ്റം തറ കെട്ടണം എന്നൊക്കെയാണ് കേട്ടോ പ്ലാന്. അപ്പോൾ കുറച്ച് സമയം എടുത്തപ്പോഴത്തേക്കും മേശിരിയും കയ്യാളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സിമൻറ്റും പാറപ്പൊടിയൊക്കെ എടുത്ത് ഇനിയിപ്പോൾ അടുത്ത് മിക്സ് ചെയ്ത് പണികളൊക്കെ ആരംഭിക്കുവാണ്. നമുക്ക് ഈ കുളിമുറിയോടെ അടുത്ത് കുറച്ച് മതിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ആണ് ഇതുപോലെ കൂട് സെറ്റപ്പ് ചെയ്യുന്നത്. താഴത്തെ അറ്റം നമ്മൾ 3 കൂട് വയ്ക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിന് മുകളിലാണ് ഇതുപോലെ തന്നെ സിമൻ്റൊക്കെ ഇട്ട് പൂശുന്നത് കേട്ടോ. നല്ലൊരു ബലത്തിന് വേണ്ടിയാണ് ഇതുപോലെ തന്നെ നമ്മൾ സിമൻ്റൊക്കെ ഇട്ട് സെറ്റാക്കുന്നത്. അപ്പോൾ നമ്മൾ മേശിരി പറഞ്ഞ അനുസരിച്ച് പാറപ്പൊടിയും പിന്നെ 10 കുട്ട ചല്ലിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് മിച്ചം വരുമോ അതോ ഇത് കണക്കായിരിക്കുമോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ തടിയൊക്കെ അടിക്കുന്നതിൻ്റെ മുകളിലായിട്ട് കമ്പിയൊക്കെ ജോയിൻ്റ് ചെയ്ത് അത് വച്ചു. അതിന് ശേഷം സിമൻറ്റും പാറപ്പൊടിയും ചല്ലിയും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പുറത്ത് പൂശുവാണ് കേട്ടോ. കോൺക്രീറ്റ് കെട്ടിടമായതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി ഉയർത്തിയാണ് കൂട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വായു സഞ്ചാരമൊക്കെ കിട്ടാനായിട്ട് നമ്മൾ കൂടിൻ്റെ 2 സൈഡും നമ്മൾ ഗ്രില്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കൂട്ടിൻ്റെ മുകളിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇതുപോലെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അടുത്ത് ഇടുന്നതാണ്. അപ്പോൾ ഈ ഒരു തട്ടാണെങ്കിൽ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം 2-3 ദിവസം നല്ലതുപോലെ വെള്ളം ഒഴിച്ച് സെറ്റ് ആക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ദിവസം വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂവേഷൻ വീഡിയോ ഞാൻ അടുത്ത് ഇടുന്നതാണ്. ഇപ്പോൾ കൂട് നിർമ്മാണമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത് കോഴി വീഡിയോസൊക്കെ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത് കുറച്ച് പ്ലാൻസൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.